ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ നിങ്ങളെ പോലെ ഒരു തുടക്കക്കാരനാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ ബേസ് എടുത്തുകൊണ്ട് ശ്രുതിയെ പോലെ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ പേരാണ് ബിഗിനിങ് വിത്ത് ശ്രുതി. അപ്പോൾ ബിഗിനിങ് വിത്ത് ശ്രുതിയിലെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഷെയറൊക്കെ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോയുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമുക്കൊരു ബെഡ് ഉണ്ടാക്കണം. അതിന് 3 ഷീപ്പിനെ ആദ്യം കണ്ടെത്തണം. പിന്നെ ഒരു സ്റ്റാർട്ടർ ബേസ്, ശ്രുതി ഉണ്ടാക്കിയ ഫസ്റ്റത്തെ ബേസ് ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ പറ്റും, നമുക്ക് നോക്കാം. പിന്നെ ഈ ഇപ്പോൾ കാണുന്നത് ഈ ചെസ്റ്റ് സെറ്റിങ്സിൽ ഉണ്ടാവല്ലോ, ഷോ കോർഡിനേറ്റിൻ്റെ ഒപ്പം തന്നെ ഉള്ളതാണ്. സ്റ്റാർട്ടിങ് വിത്ത് ചെസ്റ്റ് ബോണസ് ചെസ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഓപ്പൺ ആക്കിയതുകൊണ്ട് അത് കിട്ടിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. സോ ബേസിക്കലി ഞാൻ ഈ വീഡിയോ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ശ്രുതി പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാം മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ കാണലുണ്ട്. പക്ഷെ നമ്മൾ അതുപോലെ ഒന്ന് ബിൽഡ് ചെയ്യാനോ അതുപോലെ ഫാം ചെയ്യാനൊന്നും ആരും നിൽക്കാറില്ല. ബിൽഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മളെ പോലെയുള്ളവർക്ക് വേണ്ടി ശ്രുതി ആദ്യമായി ഉണ്ടാക്കിയാണല്ലോ സിമ്പിളായി കണ്ട് ബിൽഡ് ചെയ്യാനുള്ള ഓരോരോ ബിൽഡും ഫാമൊക്കെ സിമ്പിളായി ചെയ്ത് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ലെറ്റ്സ് പ്ലേ സീരീസ്. അപ്പോൾ അത് അതേപോലെ നമുക്കും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങിയത്. കാരണം ഞാനും നിങ്ങളെ പോലുള്ള തുടക്കക്കാരനാണ്. വല്ല ബിൽഡും ഫാമൊന്നും ചെയ്ത് ശീലമില്ല. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോകാണ്ട് നോക്കാം, നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ആദ്യം നമുക്ക് ബെഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ബെഡ് കണ്ടുപിടിക്കാൻ 3 ഷീപ്പിനെ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. സോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഷീപ്പിനെ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇതിനെ കൊന്നിട്ട് ഇതിൻ്റെ ഊളെടുക്കാം. നിൽക്കൂടെ? ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഊള് കിട്ടിയിരിക്കുന്നു. ഇനി ഇതുപോലെ 2 എണ്ണം കൂടിയും കിട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ അവസാനം തേടി നമ്മുടെ 3ാമത്തെ ഷീപ്പിനെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതിനെയും കൂടി കൊന്നാൽ നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. ഓക്കെ, എന്തിനു കൊന്നിരിക്കുന്നു? അവിടെ ഉണ്ട്. ഞാൻ കരുതി ആ ഷീപ്പ് ഇനി ഊളൊന്നും ഡ്രോപ്പ് ചെയ്തില്ലേന്ന്. സുഖിനെ പോലെ തന്നെ ഫസ്റ്റ് എപ്പിസോഡ് അതായത് കുഴിച്ച് കണ്ട് അതിൽ സ്റ്റേ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് സക്സസ്ഫുള്ളി കിട്ടിയിരിക്കുകയാണ്. അവിടെ ഒരു പാരറ്റ് ഉണ്ട്, ബ്ലൂ. നമുക്ക് ആക്ച്വലി ശ്രുതി ചെയ്ത പോലെ തന്നെ എല്ലാ പാരറ്റിനെയും ടൈം ചെയ്ത് കണ്ട് അവർക്ക് വേണ്ടി ഒരു കൂടൊക്കെ ഉണ്ടാക്കാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം ഒരു ബേസ് ഉണ്ടാക്കണം. സോ ഫസ്റ്റ് പോയി നമുക്കൊരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. അതിന് ഈ കുന്നിലല്ലേ ശ്രുതി ബേസ് കെട്ടിയിരുന്നത്. അപ്പം നമുക്ക് ഇവിടെ തന്നെ കെട്ടാം. അപ്പോൾ ആദ്യം അതിനു വേണ്ടി ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിന് ഈ പ്ലാങ്ക് എടുത്തുകൊണ്ട് 4 എണ്ണം വെച്ച് ക്രാഫ്റ്റിംഗ് ടേബിളായി. ഓക്കെ, ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. ബെഡ് ഇവിടെ അതിന് പ്ലാങ്ക് ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ആദ്യം പ്ലാങ്ക് ക്രാഫ്റ്റ് ചെയ്ത് ബെഡ് ക്രാഫ്റ്റ് ചെയ്ത് ഇനി നമുക്ക് ഈ ഫസ്റ്റ് നൈറ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മളുടെ ഫസ്റ്റത്തെ നൈറ്റ് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. സോംബീസൊക്കെ അവിടെ കുറേ ഉണ്ടല്ലോ. അല്ല, സോംബീസൊന്നും കുഴപ്പമില്ല. അല്ല, സ്കെലട്ടനോ ക്രീപ്പറോ ഉണ്ടെങ്കിലാണ് പ്രശ്നം. നോക്കട്ടെ. സ്കെലട്ടനെ ക്രീപ്പറിനെ കാണുന്നില്ല, സോംബി മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി അടുത്തത് പിന്നെ എന്താ ചെയ്യുക വെച്ചാൽ ബേസ് കിട്ടണം. അപ്പോൾ ബേസിന് വേണ്ടിയുള്ള റീസോഴ്സൊക്കെ ഗ്യാദർ ചെയ്യണം. കുറേ വുഡും ജംഗിൾ വുഡും സ്റ്റോണൊക്കെ നമുക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇതാണ് അടുത്ത് ഗ്രൈൻഡിങ് ആണ്. അപ്പോൾ അതിന് മുമ്പായി നമുക്ക് ഈ ഗ്രൗണ്ടൊക്കെ ഒന്ന് നിരപ്പാക്കണം. ഇവിടെ അല്ലേ ബേസ് കിട്ടണം. അപ്പോൾ ഇതൊന്ന് ലെവലാക്കിയിട്ട് നമുക്ക് ബേസിന് വേണ്ടി സ്റ്റോണും വുഡും ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ ഗായ്സ്, അത് നോക്കൂ. നമ്മുടെ സീരീസിൽ ആദ്യത്തെ 100
ബേക്കറി പൊട്ടറ്റോ വാട്ടർ ബോട്ടിൽ. നമുക്ക് ആവശ്യമുള്ള ഒന്നും വിൽക്കണില്ല. ഒരു കാര്യം ചെയ്യാം, ഇപ്പം എമറാൾഡ് കിട്ടാൻ കുപ്പി ഒരു ബോട്ടിൽ കൊടുത്താൽ മതിയില്ലേ, വാട്ടർ ബോട്ടിൽ. അപ്പോൾ ഓക്കെ, നമുക്ക് ബീച്ചിൽ പോയിക്കാണ്ട് കുറച്ച് സാൻഡ് ഞാൻ എൻ്റെ അടുത്തുണ്ട്, അതൊന്ന് സ്മെൽട്ടായി കണ്ട് എനിക്ക് കൊടുത്ത് കുറച്ച് എമറാൾഡ് ഒപ്പിക്കും. അല്ലാതെ അവനെ കൊണ്ടൊന്നും കാര്യമില്ല. അടുത്ത് വാണ്ടേണ്ടിന് ഇരുന്നവരെ കാത്തിക്കാം. സോ നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി ആദ്യം ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യണം. അതിന് ആദ്യം ഫർണിച്ചർ വേണം. അതിന് മുമ്പ് നമ്മൾ 5 തൊട്ട് നമ്മൾ സക്സസ്ഫുള്ളി ടീം ചെയ്തുകൊണ്ട് ബേസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഒരു ഫർണിച്ചർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫർണിച്ചർ എടുത്ത് ഇവിടെ വെച്ചിട്ട് കുറച്ച് കോളും കൊടുത്ത് വെച്ച് നമ്മുടെ കയ്യിലെ സാൻഡ് സ്മെൽറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ 3 ഗ്ലാസ് ആയാലും നമുക്ക് കണ്ട് ഗ്ലാസ്സിൽ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്ത് കണ്ട് നമുക്ക് കൊടുക്കാം. അതെ, നമ്മുടെ 3ാമത്തെ ഗ്ലാസ് സ്മെൽറ്റ് ആവുകയാണ്. 3ാമത്തെ ഗ്ലാസ് കിട്ടി. ഇനി ഇതുകൊണ്ട് ഗ്ലാസ്സിൽ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ബോട്ടിൽ ഇനി വെള്ളം നിറച്ച് അവനെ കൊടുക്കാം. എനിക്ക് തോന്നുന്നത് അവന് 1 2 3 വെച്ച് വാങ്ങുള്ളൂ. 3 കൊടുത്തു, 1 2 ലോക്ക് ചെയ്തു. 2 മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വാണ്ടൈഡർ വരുന്നത് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ബേസിൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ എമറാൾഡൊക്കെ ഈ ചെസ്റ്റിൽ വെക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൈക്കുന്ന പോകും. അപ്പോൾ എമറാൾഡ് വെച്ചു. ഓക്കെ, ഗ്ലാസ് കൊടുത്ത് നന്നോട്ടെ. ചെസ്റ്റ് ഇനി അടുത്തത് കൊണ്ട് നമുക്ക് ബേസിൻ്റെ പണി ആരംഭിക്കാം. സോ സ്റ്റോണ് കയ്യിലില്ല, വുഡുണ്ടോ തോന്നണു. സ്റ്റോണിൻ്റെ സ്റ്റോൺ ഒരു സ്റ്റാക്കുള്ളൂ. വുഡൊക്കെ നമ്മൾ കളക്ട് ചെയ്തേക്കുന്നു. ഇനി സ്റ്റോണിന് വേണ്ടി നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ സ്റ്റോൺ കളക്ട് ചെയ്ത് കണ്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത അപ്ഡേറ്റ് തരാം. സോ ഇതാണ് നമ്മുടെ ബേസിൻ്റെ സ്ഥലം. അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ ഇവിടെ ഒരു വലിയ കേവ് ഉണ്ടല്ലോ. ഞാൻ ഈ കേവിൽ നിന്നാണ് എൻ്റെ സ്റ്റോൺ എടുക്കുന്നത്. ഇവിടെ ലൈറ്റപ്പ് ചെയ്തോണ്ട്, പക്ഷെ എന്നിട്ട് സ്കെലട്ടൺ സ്പോണായി. എവിടെ എന്നാണെന്ന് അറിയില്ല. ഒരു വലിയ കേവാണ്, പക്ഷെ അങ്ങോട്ടൊക്കെ ഞാൻ സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്, എന്നിട്ടത് സ്കെലട്ടൺ സ്പോണായിക്കണം. ഏത് സൈഡിൽ നിന്നാണ് വയത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരയണാണ് എനിക്ക് കിട്ടിയത്. ബാക്കി നോക്കി തപ്പിച്ച കണ്ടില്ല, ഒരയ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഈ സൈഡിൽ നമുക്ക് സ്റ്റോണ് കുറച്ച് കളക്ട് ചെയ്യണം. സ്റ്റോണിൻ്റെ അടിയിൽ നിന്നാണോ സ്കെലട്ടൺ സ്പോണായി വരുന്നതെന്നോ? സ്കെലട്ടൺ അമ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് പോവാം. വിച്ചൊക്കെ അതോടെ. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് അടിയിൽ നിന്നുണ്ട് സ്പോണാവണതുകൊണ്ട്. അടിയിൽ ടോർച്ച് വെച്ചിട്ടില്ല, അവിടെയും ടോർച്ച് വെച്ച് നമുക്ക് കുറച്ച് സ്റ്റോണൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു 3 സ്റ്റാക്കോളം സ്റ്റോണ് കളക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ബേസിന് വേണ്ട സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. 4 സ്റ്റാക്ക് വുഡും 4 സ്റ്റാക്ക് സ്റ്റോണും ഉണ്ട്. ഇനി എന്താ പരിപാടി? ഇനിയിപ്പോൾ ഇത് വെച്ച് നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ പീസ് കൊണ്ട് കെട്ടാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടർ പീസ് കെട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടർ പീസിലേക്കുള്ളത് ചെയ്യാം. സ്റ്റാർട്ടർ പീസ്. സോ ഫൈനലി നമ്മളിതാ ഇവിടെ ഈ മുകളിൽ കുറച്ച് സ്ലാബും കൂടി വെച്ചാൽ നമ്മുടെ വീടിൻ്റെ റൂഫ് കംപ്ലീറ്റ് ആയി. ഒരു 2 കൂടി വെച്ചാൽ റൂഫ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഡേർട്ടൊക്കെ മാറ്റി. ഓക്കെ, ഈ ഡേർട്ടൊന്ന് പൊട്ടി ചെയ്തേക്കാം. ഇനി റൂഫ് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താഴ്ന്ന് കാണിച്ചു തരാം. ഇതാ റൂഫും സൈഡൊക്കെ. ഇവിടെ കുറച്ച് ഉണ്ടല്ലോ അല്ലേ.
അവിടെ കുറച്ച് പ്ലാങ്ക് ഒക്കെ ഉണ്ട്. അവിടെ പ്ലാങ്ക് വെച്ചാൽ നമ്മൾ വീടിൻ്റെ എക്സ്റ്റീരിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻറ്റീരിയർ ഒന്നും ഫുള്ള് റെഡി ആക്കിയിട്ടില്ല. ആദ്യം നമ്മൾ വീടിൻ്റെ പുറം ഫുള്ള് റെഡി സെറ്റാക്കും. കുറച്ച് ഡേർട്ട് വെച്ച് ഫില്ലറപ്പ് ചെയ്ത് ഇവിടെ ബാക്കി കംപ്ലീറ്റ് പൂട്ടട്ടെ. പ്ലാങ്ക് വെച്ച് പൂട്ടിയിട്ട് സെറ്റാക്കാം. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡേർട്ടൊക്കെ പൊട്ടിച്ച് മാറ്റാം. അവിടെ ഡ്രോണൊക്കെ ഉണ്ട്, വെറുതെ അല്ല. തത്ത കുറേ നേരമായി ചിലക്കണേ. ഇവിടെ കൂടി മറ്റേ ലോഗ് വെച്ചിട്ട് ജംഗിൾ ലോഗ് വെച്ചിട്ട് ഡിസൈൻ ഫുള്ളൊന്ന് കവർ ചെയ്യാം. ഒന്നുമില്ല, ഇത് ജസ്റ്റ് തന്നെ ഇതുപോലുള്ള വീടാണ് സുധീൻ്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കും സുധീൻ്റെ പോലെ ആണല്ലോ വീഡിയോ. അപ്പോൾ സുധി ഉണ്ടാക്കിയ പീസ് പോലെ നമുക്കും കിട്ടാം. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് സൈഡിൽ വെച്ചെന്നുള്ളൂ. ഇനി ഇതേപോലെ മറ്റേ സൈഡിലും കൂടി വെച്ചിട്ട് നമ്മുടെ വീട് കംപ്ലീറ്റ് ആയി. പിന്നെ കുറച്ച് ജനലും കൂടി വെക്കാൻ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് വെച്ചിട്ട് ഞാൻ വരാം. ഓ ഗൈസ്, നോക്കൂ, ഇതിൻ്റെ ഇൻവെർട്ടർ എല്ലാം ഒന്നുമില്ല, ലെവലെല്ലാം പോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്രീപ്പർ ഇനിയും ഇവിടെ ക്രീപ്പർ അവിടെ നിന്നാണ് നമ്മൾ ചത്തത്. ഒരു ക്രീപ്പർ പൊട്ടിത്തെറിച്ച് നേരെ ചത്തിട്ടുള്ളൂ. പിന്നെ അവിടെ തന്നെ ഒന്ന് ടീസ്പൂൺ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. നമുക്ക് കണ്ട് പോയി നോക്കാം. പിന്നെ ഇവിടെ ബാമ്പൊക്കെ ഉണ്ടല്ലോ, ഇത് അവിടെ നിന്ന് കുറച്ച് വെട്ടേക്കൊണ്ട് അവിടെ വെച്ചാണ് ഞാൻ. ഇനി ബാമ്പ് കളക്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പീസിൽ നിന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. സംഭവം ഇവിടെ ഒരു ഡ്രോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രോണിനെ കൊല്ലാൻ വേണ്ടി ഞാൻ വന്നതാണ്. പക്ഷെ ബാക്കിൽ ക്രീപ്പർ ഉള്ളത് കണ്ടില്ല. ഡ്രോണിനെ കൊന്നതും ക്രീപ്പർ പൊട്ടി നമ്മൾ എത്തും. നമ്മുടെ തത്തക്കൊന്നും പറ്റിയിട്ടില്ല. 5 തത്തയും ഇവിടെ തന്നെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇത് വീടിനൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ മാത്രം കുറച്ച് പൊട്ടിച്ചുള്ളൂ. അപ്പോൾ ഡേർട്ട് നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. വലിയ സീനും ഇല്ലാതാണ്. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ബേസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് ചുറ്റും കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബേസ്. താഴെപ്പോയി. സോ ഇതാണ് ബേസിൻ്റെ ചുറ്റും. ഇവിടെ എല്ലാം ഗ്ലാസ് വെച്ച് അതിൽ വെച്ച് ഇവിടെയും ഗ്ലാസ് വെച്ച് മുകളിലും ഗ്ലാസ് വെച്ചിട്ടുണ്ട്, നല്ല വട്ടം കിട്ടാൻ വേണ്ടി. ഇവിടെ ഇവിടെ ഒരു ഗ്ലാസ് പോയി മറന്നില്ല. അപ്പോൾ ഇതും കൂടി വെച്ചാൽ നമ്മുടെ വിൻഡോസും എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയറൊന്നും ഇല്ല, ജസ്റ്റൊക്കെ ഇവിടെ വെക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുള്ളൂ. മുകളിൽ കയറിയ ഒരു ബെഡുണ്ട്. പിന്നെ ആ ബെഡ് വെക്കാൻ വേണ്ടി കുറച്ച് സ്ലാബ് വെച്ചിട്ട് വേണം. ഇത്രേ ഉള്ളൂ ഇൻറ്റീരിയർ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ ഈ ചെസ്റ്റിലുള്ള ഈ ചവറ് സാധനങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്യണം. കുറച്ച് മൂലമായ എമറാൾഡ് ഇതൊക്കെ വീട്ടിൽ വെക്കണം. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഗായ്സ്, കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ. ഇത്ര മാത്രമേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. ഇനി നമുക്ക് ഭാവിയിൽ ബാക്കിയുള്ളൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഇതാകണം. ഈ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പാട്ട് സെറ്റ് ചെയ്യണം, സ്റ്റോറേജ് റൂം സെറ്റ് ചെയ്യണം, മൈനിങ് ഏരിയ സെറ്റ് ചെയ്യണം. എല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം. പക്ഷേ ഇതിന് ആദ്യം വേണ്ടി നിങ്ങൾ ഈ വീഡിയോ നല്ല സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നല്ല സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.